ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അഡോളസൻസ് ഏജ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് യുവത്വത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറയും ഒരു സൗഹൃദ ബന്ധം അമ്മമാരും മക്കളും തമ്മിൽ ഉടലെടുക്കണമെന്നും അത്തരത്തിലുള്ള ഒരു സൗഹൃദത്തിലൂടെ നമ്മൾ പരസ്പരം എല്ലാം തുറന്നു പറയണമെന്നും. പക്ഷേ ഇങ്ങനെ തുറന്നു പറച്ചിലുകൾ എത്രത്തോളം സത്യസന്ധതയോടുകൂടിയാണ് എല്ലാ കാലത്തും സംഭവിക്കാറുള്ളത് അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടാറുള്ളത്? ഇത് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ അമ്മമാരും കുട്ടി എന്നുള്ളതിന് അച്ഛന്മാരും ഇൻക്ലൂഡഡ് ഇപ്പം കേട്ടോ. കാരണം അവരുടെ റോളും കുറേ മാറിയല്ലോ. കാരണം അമ്മ നൈറ്റ് ഡ്യൂട്ടി ഉള്ളതും അമ്മ ദൂരെ ജോലിയുള്ളതും ഒക്കെ ഉള്ളിടത്ത് അമ്മയുടെ റോളിലൂടെ അച്ഛനാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ സൗഹൃദം പങ്കുവെക്കലൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് മുമ്പുള്ളൊരു തലമുറ ഈ അച്ഛന്മാരൊക്കെ പൊതുവെ ഏകാധിപതികളും ഒരു വിദൂരസ്ഥരും അൺഅപ്രോച്ചബിളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ കുട്ടികളോടൊന്നും അധികം സ്നേഹം കാണിക്കുകയില്ല, എല്ലാം റിസ്ട്രെയിൻ ചെയ്യുമായിരുന്നു. അമ്മമാർ കുറേ കൂടെ അപ്രോച്ചബിളായിരുന്നു. പക്ഷേ ഈ പുതിയ കാലത്ത് ഞാൻ കാണുന്നത് ഇപ്പം കുട്ടികളോടെല്ലാം പങ്കുവെക്കുക എന്ന് പറഞ്ഞിട്ട് ഈ അമ്മമാരെ ഞാൻ കൂടുതൽ കാണുന്നത് അവർ ഈ അച്ഛൻ്റെ അമ്മയിലൊക്കെ സിറ്റുവേഷനിൽ അമ്മയും മകളുടെ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പം അതാണ് വളരെ നല്ലൊരു അവസ്ഥ എന്ന് വിചാരിച്ചിട്ട് ഈ പേരൻസ് പിള്ളേരോട് ഭയങ്കര ഫ്രണ്ട്ലി ആകുക. ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ തോളിലൊക്കെ കൈയിട്ട് കൂട്ടുകാരൊക്കെ നടക്കുന്ന പോലെ നടക്കുകയും എല്ലാ റബ്ബിഷും സംസാരിക്കുകയും. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്ന, ഈ നമുക്കൊരു വീടിനൊരു നാഥൻ വേണ്ടേ, ഒരു ഓഫീസിനൊരു തലവൻ വേണ്ടേ എന്തിനേയും നയിക്കാനായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു റോള് ഈ പേരൻസിന് ഇല്ലാതാകുക. കാരണം ഈ കുട്ടികളുടെ പ്രീതി ആർജിക്കാൻ വേണ്ടി ഇവർ ഒരുപാട് ഓവറായിട്ട് ഇവരോട് ഫ്രണ്ട്ലി ആകുകയും എന്തിനും ഇവരുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ ഈ ഒറ്റയ്ക്കായ അമ്മമാർ അവർ എപ്പോഴും ചെയ്യുന്ന, ഞാൻ എല്ലാം എൻ്റെ കുട്ടിയോട് തുറന്ന് പറയും. എൻ്റെ കുട്ടി ഞാൻ ഏറ്റവും നല്ല ചങ്ങാതിമാരാന്നൊക്കെ പറഞ്ഞ് ഈ അമ്മമാർ അവരുടെ പ്രണയങ്ങളും അവരുടെ ചെറിയ ചെറിയ അഫയേഴ്സും എല്ലാം ഈ കുട്ടികളോട് പറയുക. അപ്പോൾ കുട്ടികളത് എൻകറേജ് ചെയ്യുന്നതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ കുറേ കഴിയുമ്പം ഈ അമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കൊരു നമ്മൾ ചവിട്ടി നിൽക്കുന്നൊരു തറ പോലെയാണ്. ഇപ്പോൾ ഒരു തീർത്ഥക്കുളത്തിൽ പോയി നമ്മൾ ഇടയ്ക്ക് മുങ്ങി കുളിച്ച് ശുദ്ധിയോടെ മടങ്ങി വരികയല്ലേ, അത്തരം ഒരു റോൾ ഉള്ള ആളാണ് അമ്മ. ആ അമ്മയെ ഫ്രീവലസ് ആണെന്ന് അറിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഈ പിള്ളേർക്ക് ഭയങ്കര നിരാശ വരും. അവർക്ക് ആശ്രയിക്കാൻ ആരും ഇല്ലാത്ത പോലെ. പിന്നെ അത് വലിയ കോൺഫ്ലിക്റ്റിലേക്കൊക്കെ നയിക്കും. അപ്പം അത്രയ്ക്കൊരു എന്താ പറയുന്നത്, ഒരു ചങ്ങാതിയാവണോ, ഒരു ചെറിയൊരു റെസ്പെക്റ്റബിൾ ഇത് നമ്മൾ പാലിക്കേണ്ടതെന്ന് തോന്നാറുണ്ട്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും വഴക്കുള്ള വീടുകളിൽ പിരിയാതെ തന്നെ വളരെ കർശനമുള്ള പല വീടുകളുണ്ടല്ലോ. അവിടെ ഞാൻ എപ്പോഴും കാണുന്ന ഈ അച്ഛനും അമ്മയും മത്സരിച്ച് കുട്ടികളുടെ പ്രീതി ആർജിക്കാൻ വേറെ ആ കുട്ടികളെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യും. അവർക്ക് വേണ്ടുന്നതൊക്കെ മേടിച്ചു കൊടുത്ത് അവരുടെ ഒരു എന്താ പറയുന്നത്, ഞാനായിരിക്കണം ഫേവററ്റ്, ഈ അച്ഛനേക്കാൾ എന്നെ ഇഷ്ടപ്പെടണമെന്നോർത്ത്. അതുപോലെ ഒരു പാർട്ട്ണർ മറ്റേ പാർട്ട്ണറിൻ്റെ കുറ്റങ്ങളെല്ലാം ഈ പിള്ളേരോട് പറഞ്ഞ് രണ്ട് യുദ്ധമുന്നണി ഉണ്ടാക്കുന്ന പോലെ ക്ഷീരസമരമാണ്. പക്ഷേ ഇതെല്ലാം ഭാവി ദോഷം ചെയ്യും. കുട്ടികളോട് അത്തരം കാര്യങ്ങളിൽ കുട്ടികളെ ഇടപെടുത്താത്തതാണ് ഏറ്റവും ഉചിതം. ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ, പക്ഷേ കുട്ടികളെ സ്വതന്ത്രരാക്കി വിടുക. അപ്പോൾ ആ ഒരു ഇത്തരം മണ്ടത്തരങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഈ പുതിയ പേരൻസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. മാഡം, നമ്മൾ എല്ലാ കാലത്തും പറയാറുള്ളതാണ്, സ്വയം എല്ലാം മറന്ന് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മമാർ പ്രത്യേകിച്ചും. കാരണം അവർ പല സമയങ്ങളിലും അവർ ജീവിച്ചിരുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ അവരുടെ സൗഹൃദങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ കരിയർ, ഇങ്ങനെ പല കാര്യങ്ങളും വേണ്ട എന്ന് വയ്ക്കുന്നുണ്ട്. ബൈ ചോയ്സ് ആയിരിക്കും ആദ്യ കാലഘട്ടത്തിൽ മാറ്റിയിട്ടുണ്ടാവുക. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയി കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് അവർക്ക് വേണ്ട എന്ന് മാറ്റിവെച്ച പല കാര്യങ്ങളും പുനരാരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. അങ്ങനെ എത്രത്തോളം അമ്മമാർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇപ്പോഴത്തെ പുതിയ അമ്മമാർക്ക് അത് കുറേ അധികം ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവർക്ക് എല്ലാം ടാർഗറ്റ്, എയിം അങ്ങനെയാണല്ലോ അവരുടെ ഓഫീസുകളിലെല്ലാം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലും അവരത് നേടിയെടുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം എത്തുന്നു എന്നുള്ളത് അവരുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. പക്ഷേ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മാഡം നേരത്തെ സൂചിപ്പിച്ചിരുന്ന വളരെ ഒരു നല്ല കാര്യമാണ്, അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യാതിരിക്കുക. അത് ചർച്ച ചെയ്ത് കഴിയുമ്പോഴും അഥവാ നമുക്ക് സോറി പറയാം, അല്ലേ, എല്ലാം ഞാൻ തന്നെയാണ് പറഞ്ഞ തെറ്റ്, നമുക്ക് പാളിച്ച വന്നു പോയിരുന്നാൽ ക്ഷമിക്കുക എന്നുള്ളത് വീട്ടിൽ നിന്ന് തന്നെ അറിയേണ്ടതാണ്. മുൻപിൽ വെച്ച് ഒരിക്കലും ഒരാളുടെ കുറ്റം ചർച്ച ചെയ്യാൻ പാടില്ല. അത് കട്ടനുള്ളിൽ മതി. അത് കഴിഞ്ഞായിരുന്നാലും നമ്മൾക്കതെല്ലാം അവിടെ വെച്ച് തീരണം.
കാരണം എപ്പോഴും കമ്പാർട്ട്മെൻ്റ് ആകണം നമ്മുടെ ജീവിതം. അതായത് ഒരു നമ്മുടെ സ്കൂളിലാണെങ്കിൽ നമ്മൾ ടീച്ചർമാരോട് പറയും വീട്ടിലെ പ്രയാസങ്ങളെല്ലാം അത് താഴിട്ട് പൂട്ടിയിട്ട് പുതിയൊരു ശുഭാപ്തി വിശ്വാസത്തോടെ പുതിയൊരു താക്കോലിട്ട് വേണം സ്കൂൾ തുറക്കാൻ. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ അറകളാണ്. ആ അറകൾ നമ്മൾ അത് സ്വയം നമുക്കിപ്പോൾ നമ്മളുടെ ജീവിതത്തിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറൊരാളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതെല്ലാം അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് മക്കൾ കണ്ടു പഠിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മൾ മുന്നേറണം. പക്ഷേ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ ഒരു പട്ടത്തെ വളർത്തുന്നത് പോലെ ആവണം വളർത്തേണ്ടത്. സ്വാതന്ത്ര്യം കൊടുക്കണം വാനോളം. പക്ഷേ നൂലുണ്ട എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആവണം. ചില്ലകളിൽ തട്ടുമ്പോൾ അത് മാറ്റി കൊടുക്കണം. പ്രയാസങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നല്ലേ? അതെ.